നിങ്ങൾ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, അല്ല നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ആധുനിക കാലത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മൾ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ വീഡിയോസിലൂടെ എങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ ആധുനിക കാലത്തെ ബിസിനസ്സിൽ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ വർദ്ധിപ്പിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നും പുതുമ നിറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് എന്നതുപോലെ ഇന്നും പുതുമയുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം എർത്ത് 1.0 നിന്ന് 2.0 മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എർത്ത് 1.0 നിന്ന് 2.0 മാറ്റത്തിൽ നമുക്കൊരു പങ്കാളിത്തമുണ്ട്. അപ്പം ഈ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് അറിയണ്ടേ? ഇന്ന് ഞാൻ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് 5 തരത്തിലുള്ള സെയിൽസ് പ്രൊഫഷണൽസിനെ കുറിച്ചാണ്. അതായത് 5 ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊഫഷണൽസ്. അതായത് ലോകത്തിൽ 5 തരത്തിലുള്ള ആളുകളുണ്ട്. ഞാൻ എന്നും പറയുന്ന കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ അല്ല. നമ്മളെല്ലാ മനുഷ്യരുടെയും നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യവും സെയിൽസാണ്. നമ്മൾ ബിസിനസ്സാണ്. നമ്മൾ ആളുകളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ, അവർ നിത്യജീവിതത്തിൽ നമ്മുടെ ഭാഗമാകുമ്പോൾ നമ്മളൊരു എക്സ്ചേഞ്ച് പ്രക്രിയ കൊടുക്കും, നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്നു. അത് തന്നെയാണ് സെയിൽസ്. പക്ഷെ നമ്മൾ പലപ്പോഴും കച്ചവടക്കാരെയാണ് സെയിൽസ് എന്ന് നമ്മൾ കാണും. എന്നാലും ലോകത്തിലുള്ള 5 തരത്തിലുള്ള ആളുകളെ, അത് ഹ്യൂമൻ ബീയിങ്സാണ്, അവരെ നമുക്ക് മനുഷ്യരായിട്ടും സെയിൽസ് പ്രൊഫഷണൽസായിട്ടും ഈ 2 തരത്തിലുള്ള ആളുകളെ ഒന്നിച്ചാണ് ഞാൻ ഈ ആളുകളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്ന്, അല്ലെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലെവൽ 1 നിന്ന് ലെവൽ 5 പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ലെവൽ കവർ ചെയ്ത ശേഷം മാത്രമേ ഒരു വ്യക്തിക്കോ ഒരു സെയിൽസ്മാനോ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് അസെൻഷൻ സ്റ്റേജസ് എന്നാണ് പറയുന്നത്. ഓരോ ലെവലും അസെൻഷൻ, അതായത് ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി അടുത്ത സ്റ്റേജിലോട്ട് കടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാം ഈ 5 ലെവലിൽ, ഓരോ ലെവലിൽ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരുടെ കുറവുകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് രണ്ടാമത്തെ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്കും മുകളിലേക്കുമുള്ള ആളുകളുടെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ലെവൽ 1 to ലെവൽ 5 ഇത് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്, ലെവൽ 4 ഉണ്ട്, ലെവൽ 5 ഉണ്ട്. 5 ലെവൽസ് ആണുള്ളത്. ഈ ലെവൽ 1 നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ലെവൽ 2 സാധാരണഗതിയിൽ പോകുവാനോ അതിലെത്തിച്ചേരുവാനോ കഴിയത്തില്ല. ഓരോ ലെവലും നമ്മൾ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അതായത് ലെവൽ 1 നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുന്ന വ്യക്തി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അയാളുടെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെയാണ് ഓരോ ലെവലിൽ നിന്ന്. അപ്പം ഓരോ ലെവലിലുള്ള ആളുകളുടെ പ്രത്യേകതകൾ, അവർ നേരിടുന്ന വെല്ലുവിളികളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിലൂടെ വിശദീകരിക്കാനാണ്. അപ്പം നമുക്ക് പഠിക്കാം. ഇപ്പം ലെവൽ 1 നിൽക്കുന്ന ആളുടെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് ഈ ലെവൽ 1 നിൽക്കുന്ന ആളുകൾ ആരാണ്, എന്താണ് അവരുടെ പ്രത്യേകതകൾ, അവരുടെ ചലഞ്ചസ് എന്താണ്? ലെവൽ നമ്പർ 1 ആരാണ്? ഈ ലെവൽ നമ്പർ 1 നിൽക്കുന്ന ആളുകൾ, ലെവൽ നമ്പർ 1 നിൽക്കുന്ന ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെങ്കിൽ സെയിൽസ്മാൻമാരെ നമ്മൾ നോർമൽ ഹ്യൂമൻ എന്നാണ് വിളിക്കുന്നത്. ലെവൽ നമ്പർ 1 നിൽക്കുന്നത് നോർമൽ ഹ്യൂമൻ. എന്താണ് ഈ നോർമൽ ഹ്യൂമൻ? അല്ലെങ്കിൽ നമുക്കൊരു നോവിസ് എന്ന് പറയാം. നോവിസ് അതായത് ലോകത്തിലെ 70% ആളുകൾ ഈ ബോട്ടം ലെവലിലാണ്, ലെവൽ നമ്പർ 1 നിൽക്കുന്നത്. ലോകത്തിലെ
70% ആളുകൾ ലെവൽ നമ്പർ 1 എന്ന് പറയുന്ന നോവിസ് അല്ലെങ്കിൽ നോർമൽ ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ 1.0 എന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണ് ഹ്യൂമൻ 1.0. എന്താണ് ഈ ഹ്യൂമൻ 1.0യുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവർ അൺകോൺഷ്യസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവരെ സംബന്ധിച്ച് ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതായത് ഇവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലല്ല. ഇവരൊരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് അവരുടെ ചിന്തകൾ പോകുന്നത്. ഒരു കണ്ടീഷൻഡ് മൈൻഡ് സെറ്റാണ്. ഞാൻ നോയ്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സെയിൽസ്മാൻമാരെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ സാധാരണ ഹ്യൂമൻ ബീയിങ്സ്? 70% ഹ്യൂമൻസിന് മറ്റു പ്രത്യേകത എന്തൊക്കെയാണ്? അവർ കണ്ടീഷൻഡ് മൈൻഡ് സെറ്റാണ്. അവരുടെ ഹാബിറ്റ്സ് അവർ ബ്രേക്ക് ചെയ്യത്തില്ല. അവർക്ക് ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം. ആ ഹാബിറ്റ്സ് വർഷങ്ങളോളം അവരിലേക്ക് സമൂഹമായിട്ടോ കുടുംബമായിട്ടോ അല്ലെങ്കിൽ അവർ തന്നെ വളർത്തിയെടുത്ത ശീലങ്ങളാണ്. അത് ബ്രേക്ക് ചെയ്യുവാനായിട്ട് അവരെ കൊണ്ട് കഴിയുകയില്ല. എന്താണ് മറ്റു പ്രത്യേകതകൾ? അവർ പലപ്പോഴും അവർ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സാധാരണ വ്യക്തിയാണെങ്കിലും അവർ പലപ്പോഴും അവർക്ക് നേരെ വരുന്ന ചിന്തകളായിക്കോട്ടെ സംസാരങ്ങളായിക്കോട്ടെ റിയാക്ട് ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ടായിരിക്കും. അതായത് പെട്ടെന്നുള്ള പ്രതികരണങ്ങളാണ്, ചിന്തിക്കാതുള്ള പ്രതികരണങ്ങളാണ് ഈ പറയുന്ന നോർമൽ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് 1.0 പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ എപ്പോഴും അവരുടെ ചിന്തയെന്ന് പറയുന്നത് ഈ പറയുന്ന ഷോർട്ട് ടൈം ഗോളിലേക്കാണ്. എനിക്ക് പെട്ടെന്ന് എന്ത് ലഭിക്കും, എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. അവരൊരിക്കലും കോൺസിക്വൻസസിനെ കുറിച്ച്, അതായത് വരുംവരായികളെക്കുറിച്ച്, ഞാനിപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് എനിക്ക് പിന്നീട് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവരൊരിക്കലും ചിന്തിക്കുകയില്ല. അവർക്കെപ്പോഴും ആ ഷോർട്ട് ടൈമിൽ ആ പെട്ടെന്ന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവരെ ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് എനിക്ക് ഈ നിമിഷം എന്ത് കിട്ടും, എനിക്ക് ഈ നിമിഷം കിട്ടുന്ന സന്തോഷത്തിൽ മാത്രം, ആ ഒരു സുഖത്തിൽ മാത്രം ഇരിക്കുന്ന ഒരു സാധാരണ കാറ്റഗറി ആൾക്കാരാണ് ആ 70% ആൾക്കാരെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് ഒരു കസ്റ്റമറോട് ഡീൽ ചെയ്യുന്നൊരു ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അവരേത് തരം ഒബ്ജക്ഷൻ വന്നാലും അതിനോട് വളരെയധികം നെഗറ്റീവായിട്ട് പ്രതികരിക്കുക, അതിനെ അവരങ്ങ് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അവർ പ്രതികരിക്കുന്നു. അങ്ങനെ പറയുന്നത്, ഒരു ഓട്ടോ പൈലറ്റിൽ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു 70% ആളുകൾ. അവർ നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവർ ഹ്യൂമൻ ബീയിങ് 1.0, അതായത് ബോട്ടം ലെവലിൽ നിൽക്കുന്നവരാണ്. ഇവർ അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ഈ ഘട്ടം അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവർ വളരെയധികം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന നോർമൽ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെവലിലുള്ള സെയിൽസ്മാൻമാരെ സംബന്ധിച്ച് അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ. അത് സെയിൽസ്മാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഇൻഡിവിജ്വൽ സെയിൽസിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അവരൊരിക്കലും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ എങ്ങനെ എനിക്ക് ആകർഷിക്കാമെന്നുള്ളതോ, ഞാൻ ഒരു കൂട്ടം ആളുകളുടെ വ്യക്താവാണ്, അങ്ങനെ ചിന്തകളൊന്നുമില്ല. അവർ വളരെയധികം സെൽഫിഷായിട്ടുള്ള ആളുകളായിരിക്കാം. അവർക്കെപ്പോഴും എൻ്റെ നേട്ടങ്ങൾ, എൻ്റേത്, ഞാൻ, ഈഗോ വളരെയധികം ഭരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് 1.0 അല്ലെങ്കിൽ ലെവൽ 1ൽ നിൽക്കുന്ന നോർമൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കണ്ടേ? ഈ ലെവൽ 2ൽ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കണ്ടേ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലെവൽ 2 അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് 2.0 ആരാണ്, എന്താണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്. നമ്മളിന്ന് ലെവൽ നമ്പർ 2ലേക്ക് പറയുന്ന ലെവൽ നമ്പർ 2ൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 2.0 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലെവൽ 2 എന്ന് പറയുന്നത് സൂപ്പർ ഹ്യൂമൻ. അവരുടെ മറ്റൊരു പേരെന്താണ്? ഹ്യൂമൻ 2.0. ലോകത്തിലെ 25% ആളുകൾ ഈ രണ്ടാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. എത്ര ശതമാനമാണ്? 25%. 25% ആൾക്കാർ ലെവൽ നമ്പർ 2 ഹ്യൂമൻ സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 2.0 എന്ന് പറയും. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് കോൺഷ്യസ്നെസ് ലെവലാണുള്ളത്. ഇവർക്ക് എന്ത് ലെവലാണുള്ളത്? കോൺഷ്യസ്നെസ്. ഒരു കോൺഷ്യസ് ആണ്. അവർക്ക് ബോധതലം ഈ ബോട്ടം ലെവലിൽ നിൽക്കുന്ന ആളുകളെക്കാട്ടിൽ
കുറച്ചും കൂടെ ഉയർന്ന ബോധതലം ആർക്കുണ്ട്? ലെവൽ നമ്പർ 2-ൽ നിൽക്കുന്ന സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 2.0യ്ക്കുണ്ട്. ലോകത്തിലെ 25% ആളുകൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. ഈ പറയുന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം സെൽഫ് അവെയറാണ്. അവർക്ക് അവരെക്കുറിച്ചൊരു ബോധമുണ്ട്. അവരുടെ ബോധതലങ്ങൾ തുറക്കുകയാണ്. ഒന്നാമത്തെ ലെവലിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലോട്ട് കടക്കുന്ന വ്യക്തികൾ അവരുടെ ബോധതലം, അവരുടെ ചിന്തയുടെ പ്രത്യേകത, അവരുടെ ബ്രെയിൻ സെൽസ് വളരുകയാണ്. അവരുടെ ബോധതലം വളരുകയാണ്. മറ്റെന്തൊക്കെയാണ് പ്രത്യേകത? എന്താണ്? അവർക്ക് അവരുടെ ചിന്തകൾ, തോട്ട്സ്, അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ്, അവരുടെ ആക്ഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ട്. അപ്പം അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ ചിന്തകൾ, അവർ എന്തിനോടൊക്കെ പ്രതികരിക്കുന്നു, അതെല്ലാം ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആരാണ്? ലെവൽ നമ്പർ 2-ൽ നിൽക്കുന്ന സൂപ്പർ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. എന്താണ് മറ്റു പ്രത്യേകത എന്ന് പറയുന്നത്? അവർ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ഇൻറ്റൻഷനിലാണ്. അതായത് അവർക്ക് അവരെടുക്കുന്ന തീരുമാനം ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കാം, ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം. അല്ലാതെ ഓട്ടോ പൈലറ്റ് മോഡല്ല. ആ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ വരുംവഴികളെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരായി എന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവർ തീരുമാനമെടുക്കത്തുള്ളൂ. അവർക്ക് പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആ ഒരു വളർച്ചയെക്കുറിച്ച് അവർ വളരെയധികം ബോധവാന്മാരാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അച്ചീവ്മെൻറ്റ്സ് താല്പര്യമുണ്ട്. അവർക്ക് എപ്പോഴും എന്താണ്? മറ്റുള്ളവരുടെ പ്രശംസകൾ അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അവർ സ്വയം അവർക്ക് പ്രശംസകൾ കൊടുക്കാറുണ്ട്. അവർക്ക് നേട്ടങ്ങൾ അവർ ആഗ്രഹിക്കാറുണ്ട്. മറ്റൊരു പ്രത്യേകത, അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഉയരങ്ങളിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത. അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലിമിറ്റേഷനിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അവർ ആ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്സ്, അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ്, ഒരു സ്വോട്ട് അനാലിസിസ് എന്നൊക്കെ വേണേൽ പറയാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്താ അവർ ചെയ്യുന്നത്? അവരുടെ പോസിറ്റീവ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കെങ്ങനെ പടിപടിയായിട്ട് മുന്നേറാം എന്നുള്ളതാണ് ആര് ചിന്തിക്കുന്നത്? സൂപ്പർ ഹ്യൂമൻ ലെവൽ നമ്പർ 2-ൽ നിൽക്കുന്ന സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 2.0 എന്ന് പറയുന്ന 25% ആളുകൾ ചിന്തിക്കുന്നത്. അവരുടെ മറ്റു പ്രത്യേകത എന്താണ്? അവരൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, ബിസിനസ്സുകാരനാണെങ്കിൽ പ്രത്യേകത എന്താണ്? അവരെപ്പോഴും കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കും. ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും എന്താണ്? ഈ കച്ചവടമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർ സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം? വ്യക്തിപരമായ സെയിൽസ് അല്ല, അവരുടെ സ്ഥാപനത്തിൻ്റെ സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം? അതോടൊപ്പം തന്നെ അവരുടെ സ്കിൽ സെറ്റ്സ് ഒരു വളർത്താം. എങ്ങനെ വളരണം? എൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന എന്തൊക്കെ സ്കിൽസ്, എന്തൊക്കെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തണം, എന്തൊക്കെ ചിന്തകളിൽ മാറ്റം വരുത്തണം. അതായത് അവരുടെ ചിന്തകൾ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇതാണ് ഹ്യൂമൻ 2.0 എന്ന് പറയുന്ന ആ 25% ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും എന്താണ്? കസ്റ്റമർ ഫീഡ്ബാക്കിനനുസരിച്ച് അവരെന്ത് ചെയ്യും? അവരുടെ മൈൻഡ് സെറ്റിനൊരു പ്രോഗ്രാം ചെയ്യും. അല്ലെ അവരുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് എന്താണ്? അവരോട് കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റിൽ അവർ മാറ്റങ്ങൾ വരുത്തും. അപ്പം പീപ്പിൾ സെൻറ്റേർഡ് ആയിരിക്കും എന്ത്? സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന ഹ്യൂമൻ 2.0 എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിച്ചു ലെവൽ നമ്പർ 1-ൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് പഠിച്ചു. എന്താണ്? അവർ നോർമൽ ഹ്യൂമനാണ്. 1.0 എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ലോകത്തിലെ 70% ആളുകൾ വരുന്ന ഓട്ടോ പൈലറ്റ് മോഡിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ലെവൽ നമ്പർ 2 എന്താണ്? സൂപ്പർ കോൺഷ്യസ് ആണ്, സൂപ്പർ ഹ്യൂമൻ ആണ്. അവർ ഹ്യൂമൻ 2.0 ആണ്. അവർ സ്കിൽഡ് ആണ്. 25% ആളുകൾ കോൺഷ്യസ്നെസ് വളർന്നിട്ടുള്ള ആളുകളാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ലാഡറിലെ 3ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഓരോ ലെവലും കവർ ചെയ്ത് പോകുക എന്ന് പറയുന്ന ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഒരു ലെവലിൽ നിന്ന്, അല്ലെ നമ്മൾ എന്താണ് ഒരു ഏണിപ്പടികൾ കയറുന്നത് പോലെ ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബോധത്തോടുകൂടി മാത്രമേ ലെവലുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. 5 ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ ലെവലിൻ്റെ പ്രത്യേകതയാണ്, 3ാമത്തെ ലെവലിൽ നിൽക്കുന്ന ഹ്യൂമൻ 3.0 എന്ന് പറയും. എന്താണ് ഹ്യൂമൻ 3.0?
അവർ കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിരിക്കും. സ്പിരിച്വൽ ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ ഈ പറയുന്ന ലെവൽ നമ്പർ 3 നമ്മൾ കടക്കുകയാണ്. സ്പിരിച്വൽ ഹ്യൂമൻസ് ആരൊക്കെയാണ് പഠിക്കണ്ടേ? സ്പിരിച്വൽ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 3.0യുടെ പ്രത്യേകത, അവർ കൺസൾട്ടേറ്റീവ് ആയിരിക്കും. ലോകത്തിലെ 4% ആളുകളാണ് ഈ പറയുന്ന മൂന്നാമത്തെ കാറ്റഗറി സ്പിരിച്വൽ ഹ്യൂമൻ. ലെവൽ നമ്പർ 3 അവർ സ്പിരിച്വലാണ്. സ്പിരിച്വൽ ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം. സ്പിരിച്വൽ ഹ്യൂമൻ 3.0 ലോകത്തിലെ 4% താഴെയുള്ള ആളുകൾ. അതായത് ലെവൽ നമ്പർ 3 ഇരിക്കുന്ന സ്പിരിച്വൽ ഹ്യൂമൻ എന്ന് പറയുന്ന വ്യക്തികൾ, അവർ ഹ്യൂമൻ 3.0 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവരെന്താണ്? അവർ ലോകത്തിലെ 4% മാത്രമേ ഉള്ളൂ. അവർ കൺസൾട്ടേറ്റീവ് എന്ന് പറയാം. എന്താണ് കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ലെവൽ നമ്പർ 2 ബ്രേക്ക് ചെയ്തിട്ട് അവർ കുറച്ചുകൂടെ പീപ്പിൾ സെൻറ്റേർഡായി ഹൈ ലെവൽ ഓഫ് അവയർനെസ് ആണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാറ്റഗറിപ്പെട്ട സെയിൽസ്മാൻമാരെന്ന് പറഞ്ഞ് വളരെ റെയറാണ്. 4% മാത്രമേ ഉള്ളൂ. നമ്മുടെ പൊതുസമൂഹവും ആ 4% ആളുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ലോകത്തിൽ അവർ കൊടുത്തിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അതായത് സ്പിരിച്വൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഹ്യൂമൻ 3.0 എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട 4% ആളുകൾക്ക് അവരുടെ സ്ഥാനം, ലോകത്തിലെ അവരുടെ സ്ഥാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവരുടെ ഓരോ പ്രവർത്തനവും ആ ബോധ്യത്തോടു കൂടിയായിരിക്കാം. മറ്റെന്താണ് പറയുന്നത്? അവർ ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അതായത് എൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും, അവരുടെ ഓരോ ചിന്തകളും, അവരുടെ ഓരോ ആക്ഷൻസും, ഞാൻ എടുക്കുന്ന തീരുമാനം എങ്ങനെ ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തോടു കൂടിയാണ്. അവർക്ക് മറ്റു പ്രത്യേകത എന്തുണ്ട്? അവർക്ക് ജ്ഞാനമുണ്ട്, വിസ്ഡം എന്ന് പറയും. മറ്റു പ്രത്യേകത എന്താണ്? ഇൻഡ്യൂഷനുണ്ട്. അതായത് അവർക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള 6th സെൻസ് അവർക്കുണ്ട്. അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അവർ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യും, മറ്റുള്ളവരെ എന്താണ് പ്രോത്സാഹിപ്പിക്കും. അവർ ആ ബിസിനസ്സിൽ, അതായത് കസ്റ്റമറുടെ ബിസിനസ്സിൽ, ഒരു കസ്റ്റമറുടെ നീഡായിക്കോട്ടെ, അവരുടെ വാണ്ടായിക്കോട്ടെ, അവരാ കസ്റ്റമർ നേടുന്ന വെല്ലുവിളികൾ അവരുടെ വെല്ലുവിളികളായി മാറ്റും. ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളായി മനസ്സിലാക്കിയിട്ട് അവരോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അതാണ് സ്പിരിച്വൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ആ ഹ്യൂമൻ ബീയിങ് 3.0യുടെ പ്രത്യേകത. അവർ വളരെയധികം എന്താണ്, ഹൈലി സെൽഫ് അവെയർ ആയിരിക്കും. അവർക്ക് ഈ പറയുന്ന, അവരൊരു സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ കസ്റ്റമറെയും ചേർത്ത് പിടിക്കുവാനുള്ളൊരു ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവർക്കുണ്ടാകും. അതോടൊപ്പം തന്നെ എന്താ പ്രത്യേകത? അവരൊരു അഡ്വൈസറായി നിന്നുകൊണ്ട്, ആ സെയിൽസ്മാൻ എന്ത് ചെയ്യും? ഒരു കൺസൾട്ടൻ്റായി നിന്നുകൊണ്ട് കസ്റ്റമറുടെ ആവശ്യങ്ങൾ, അവൻ്റെ ഏത് തരത്തിലെ പ്രോബ്ലംസും ഞാൻ പരിഹരിച്ചു തരാം, എന്നോട് പറഞ്ഞോളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡോട് നിൽക്കുന്ന ആളുകൾ വളരെ റെയറാണ്. 4% മാത്രമേ ലോകത്തിലുള്ളൂ. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് എമ്പതിയുണ്ട്, സഹാനുഭൂതി, കമ്പാഷൻ ഉണ്ട്. എന്താണ് മറ്റു പ്രത്യേകത? അവരെ കാട്ടി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുന്ന ഒരു ഗോൾഡൻ റൂളുണ്ട്. അതായത് മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് അവർക്ക് ചെയ്തു കൊടുക്കുക. ആ ഒരു കമ്പാഷനേറ്റ് മൈൻഡ് സെറ്റാണ് എന്താണ് സ്പിരിച്വൽ ഹ്യൂമൻ ബീയിങ്ങിനുള്ളത്. അപ്പോൾ ഈ 3 കാറ്റഗറിക്ക് ശേഷം അതിൻ്റെ അടുത്ത തലത്തിലോട്ടൊരു കാറ്റഗറി ഉണ്ട്. കാറ്റഗറി അല്ലെങ്കിൽ ലെവൽ നമ്പർ 4. ആ ലെവൽ എന്ന് പറയുന്നത് ലോകത്തിലെ 1% ആളുകളുള്ളൊരു കാറ്റഗറിയാണ്. എന്താണ് പ്രത്യേകത? അവരെ നമ്മൾ അവതാർ ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ 4.0. അവതാർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 4.0. അവർക്ക് എന്താണ് പ്രത്യേകത? അവർ സ്ട്രാറ്റജിക്കാണ്, അതൊരു യൂണിഫൈഡ് ഫീൽഡാണ്. അപ്പോൾ അത് പഠിക്കണ്ടേ? ഈ കാറ്റഗറി അല്ലെങ്കിൽ ലെവൽ നമ്പർ 4 നിൽക്കുന്ന ഹ്യൂമൻ ബീയിങ്സ്, ആ 1% ആളുകളുടെ പ്രത്യേകത പഠിക്കണ്ടേ? ആ അവതാർ ഹ്യൂമൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് തിങ്കിങ്ങിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ എന്താണ് ലെവൽ നമ്പർ 4? ലെവൽ നമ്പർ 4 നിൽക്കുന്നത് അവതാർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 4.0
സീറോ. എത്ര ശതമാനമുണ്ട്? 1%. ലോകത്തിലെ 1% ആൾക്കാർ മാത്രമുള്ള ആളുകൾ സ്ട്രാറ്റജിക്കാണ്. അവരുടെ ചിന്താഗതികൾ, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ലെവൽ നമ്പർ 4 അവതാർ ഹ്യൂമൻ. ലോകത്തിലെ 800 കോടി ആളുകളിൽ വെറും 1% മാത്രമേ എന്തുള്ളൂ? ആ പറയുന്ന അവതാർ ഹ്യൂമൻ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയും. യൂണിഫൈഡ് ഫീൽഡ്. വളരെയധികം പവിത്രമായിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അതായത് ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട ഏറ്റവും ഹയർ ലെവലിൽ ഒരു ലെവലാണ് യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന യൂണിഫൈഡ് ഫീൽഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ സെയിൽസ്മാൻമാരോ ബിസിനസ്സുകാരോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അവർക്ക് എപ്പോഴും എന്താണ്? അവർക്ക് കസ്റ്റമറുടെ വാണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ നീഡ്സ് ആയിക്കോട്ടെ, ആ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ആനന്ദം നൽകും. ആ കസ്റ്റമറുടെ ആ എക്കോ സിസ്റ്റം അവർക്ക് എപ്പോഴും ആ കസ്റ്റമർ സർവീസിലാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ആ ബിസിനസ്സിലാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിലാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ ഒരു എക്കോ സിസ്റ്റമാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ആ ദൈവികമായ ചൈതന്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഉയർന്ന തലമാണ് എന്ത്? ആ 1% ആളുകൾ ചെന്ന് നിൽക്കുന്ന യൂണിഫൈഡ് ഫീൽഡ് അല്ലെങ്കിൽ അവതാർ. അവരെ സംബന്ധിച്ച് അവരവർ അവതാറിനെ കണ്ടെത്തി കഴിഞ്ഞു. ഓരോ മനുഷ്യനിലും അവരവർ അവതാറിനെ കണ്ടെത്തി കഴിഞ്ഞു. ആരാണ് ഈ അവതാർ? ഞാനും ദൈവവും ചേരുന്ന ആ ഒരു അൾട്ടിമേറ്റ് നിമിഷമുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതും ദൈവം എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതുമായ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കമ്പാഷൻസ് നിറഞ്ഞ, എമ്പതി നിറഞ്ഞ, ലവ് നിറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് അവതാർ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? അവർ യൂണിറ്റി എന്ന് പറയുന്ന ആ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കാണുന്ന, ഡിഫറൻസ് അല്ല, ആ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കാണുന്ന, ഈഗോ ലെവലേശമില്ലാത്ത, അവരിൽ ഈഗോ ഇല്ല. ഒരു തരത്തിലുള്ള ഈഗോയോ, ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളോ, ഒരു തരത്തിലുള്ള മത്സരബുദ്ധിയോ ഒന്നുമില്ല. എപ്പോഴും സ്നേഹം, എപ്പോഴും എമ്പതി, എപ്പോഴും ട്രസ്റ്റ്, വിശ്വസ്തത, കമ്പാഷൻ, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് എന്താണ്? അവതാർ ഹ്യൂമൻ. ഈ പറയുന്ന അവതാർ ഹ്യൂമൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരിൽ നിന്ന് എപ്പോഴും പുറപ്പെടുവിക്കുന്ന, റേഡിയേറ്റ് ചെയ്യുന്നത് സ്നേഹമാണ്, ലവാണ്, വിസ്ഡമാണ്, ജ്ഞാനമാണ്, പീസാണ്, സമാധാനമാണ്, കോൺഫിഡൻസ് ആണ്. എന്താണ്? ആത്മവിശ്വാസത്തിൻ്റെ നിറകുടങ്ങളാണ് അവർ. ഇന്നവേറ്റേഴ്സാണ്. അവർക്കെപ്പോഴും പുതുമയാണ് ആഗ്രഹിക്കുന്നത്. മറ്റെന്ത് പ്രത്യേകതയാണ്? അവർക്കെപ്പോഴും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അവരെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വൈകാരികതയാണുള്ളത് ഈ അവതാർ ഹ്യൂമൻ. കാരണം അവരവരുടെ അവതാറിനെ കണ്ടെത്തി കഴിഞ്ഞു. അവരിലേക്ക് വരുന്ന എല്ലാ ആളുകളും ആ ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കും. ഈ ഒരു റെയർ കാറ്റഗറി ഓഫ് സെയിൽസ്മാൻമാർ ലോകത്തിൽ 1% ഉള്ളൂ. ആ 1% പൊതുജനമേ ഉള്ളൂ. നമുക്ക് ആ ഒരു യാത്രയിൽ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കണ്ടേ? ഇവരായി മാറണ്ടേ? ലെവൽ നമ്പർ 4 നിന്ന് ഒരു ലെവലും കൂടെ മുകളിലേക്ക് കയറുന്നതാണ് അൾട്ടിമേറ്റ് ലെവൽ, ലെവൽ നമ്പർ 5 എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ 0.1%, 1%, 0.01% റെയർ കാറ്റഗറിയാണ്. അവരെ നമുക്ക് കോസ്മിക് ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ പറയുന്ന എർത്ത് 2.0യുടെ അതിനെ മുന്നോട്ട് നയിക്കുന്ന കോസ്മിക് ഹ്യൂമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അവരുടെ പ്രത്യേകതകൾ പഠിക്കാം. ലെവൽ നമ്പർ 5 നിൽക്കുന്ന കോസ്മിക് ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ 5.0 അല്ലെങ്കിൽ വിഷണറി ആയിട്ടുള്ള ആ ഒരു കാറ്റഗറി ആൾക്കാരുടെ റെയർ പ്രത്യേകതകൾ പഠിക്കാം. ലെവൽ നമ്പർ 5, ലെവൽ നമ്പർ 5 ആരാണ്? കോസ്മിക് ഹ്യൂമൻ. എന്താണ് കോസ്മിക് ഹ്യൂമൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് 0.01% ലോകത്തിലെ
റെയർ കാറ്റഗറിയാണ്. അവർ വിഷണറിയാണ്. ലോകത്തിലെ വളരെ റെയർ കാറ്റഗറി ആയിട്ടുള്ള കോസ്മിക് ഹ്യൂമൻ 0.01% എന്ന് വേണമെങ്കിൽ പറയാം. വിഷണറി ആയിട്ടുള്ളത് എന്താണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അവരൊരു ട്രാൻസെൻഡൻറ്റ് സ്റ്റേജിലെത്തി ആളുകളാണ്. ഈ കാറ്റഗറിയിൽപ്പെട്ട വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അതായത് ആ യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയുന്ന 4th കാറ്റഗറിയിൽ നിന്ന് ലെവലിൽ നിന്ന് അടുത്ത അസെൻഷൻ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ട്രാൻസെൻഡൻറ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവർ കൈകോർത്തിരിക്കുന്നത് ദൈവവുമായിട്ടാണ്. അവർക്ക് നോൺ ഡുവാലിറ്റിയാണ്. എന്താണ് നോൺ ഡുവാലിറ്റി എന്ന് പറഞ്ഞത്? അവർ ആരിൽ നിന്നും സെപ്പറേറ്റ് അല്ല. അവർ എല്ലാവരിലുമുണ്ട്. ദൈവം എന്നിലുണ്ട്, ഞാൻ ദൈവത്തിലുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാറ്റഗറിയിൽപ്പെട്ട റെയർ കാറ്റഗറിയിൽപ്പെട്ട സെയിൽസ്മാന്മാരോ ബിസിനസ്സുകാരോ എന്താണ്? അവരെല്ലാവരുടെയുമാണ്. അവർക്ക് എല്ലാവരുമുണ്ട്. അവരെന്താണ്? ആ ദൈവവുമായിട്ട് അലൈൻ ചെയ്യുന്നത് പോലെ അവരാ കസ്റ്റമറുമായിട്ട് അലൈൻ ചെയ്യും. കസ്റ്റമർ എന്ന് പറയുന്ന ആ വ്യക്തിയെ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി കണക്കാക്കുന്നു. അവരുമായിട്ട് അലൈൻ ചെയ്യുന്നു. ആ കസ്റ്റമർ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർമാരാകുന്നു. അവരുടെ ആ റിലേഷനിൽപ്പെട്ട ആളുകൾ, അവരുടെ നെറ്റ്വർക്കിൽപ്പെട്ട ആളുകൾ മുഴുവൻ പേരും എന്ത് ചെയ്യുക? ഈ പറയുന്ന ആ ബ്രാൻഡിനോടൊപ്പം അലിഞ്ഞു ചേരുകയാണ്. ആ കോസ്മിക് ഹ്യൂമൻ എന്ന് പറയുന്ന ആ റെയർ കാറ്റഗറി. മറ്റു പ്രത്യേകത എന്താണ്? അവരിൽ ഈഗോ ലെവലേഷമില്ല. അവർക്കെപ്പോഴും വ്യത്യസ്തത എന്ന് പറയുന്നത് അവർക്കെപ്പോഴും അവർ ചേർത്ത് പിടിക്കും. അതിനെ കുഴപ്പങ്ങളായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടോ അതിന് എന്നെക്കാട്ടിൽ ചെറുതോ വലു ഒന്നുമില്ല. അലിഞ്ഞു ചേരുന്ന ആ ഒരു കോൺസെപ്റ്റാണ് എന്ത്? ഹ്യൂമൻ ബീയിങ്സ് 5.0 അല്ലെങ്കിൽ കോസ്മിക് ഹ്യൂമൻ എന്ന് പറയും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ 5 തരത്തിലുള്ള സെയിൽസ് പ്രൊഫഷണൽസിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ലെവൽ നമ്പർ 1 നിൽക്കുന്ന നോർമൽ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് 1.0, ലോകത്തിലെ 70%. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? സൂപ്പർ ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ 2.0, സ്കിൽഡ് ആണ് 25% ലോകത്തിലെ ആളുകൾ. മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? സ്പിരിച്വൽ ഹ്യൂമൻ 3.0 അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് അല്ലെങ്കിൽ ലോകത്തിലെ 4% ആളുകൾ. നാലാമത്തെ കാറ്റഗറി എന്താണ്? അവതാർ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ലോകത്തിലെ 1% യൂണിഫൈഡ് ഫീൽഡ്. അവസാനമായിട്ട് പറഞ്ഞ കോസ്മിക് ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് 5.0. അവർക്ക് പ്രത്യേകത എന്താണ്? അവർ വിഷണറിയാണ്. ഇനിയും ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന ലെവൽ 1 നിന്ന് 2ലേക്കും അതിൽ നിന്ന് 3ലേക്കും 4ലേക്കും 5ലേക്കുമുള്ള യാത്രയിൽ ലെവൽ നമ്പർ 5ലേക്ക് അല്ലെങ്കിൽ 5ൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മലയാളികളെ ഞാൻ ക്ഷണിക്കുകയാണ് എന്നോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട്. ലോകത്തിലെ മലയാളി സമൂഹത്തിൽ 0.1% ആ റെയർ കാറ്റഗറി ഏകദേശം ഒരു 4000-ഓളം മലയാളികളെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ. നിങ്ങൾ ബിസിനസ്സുകാരനാണോ? നിങ്ങൾ സെയിൽസുകാരനാണോ? നിങ്ങൾ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണോ? നിങ്ങൾക്ക് സമൂഹത്തിന് വെളിച്ചം നൽകുവാനായി നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് മെച്ചപ്പെടണമെന്ന ആഗ്രഹമുള്ള ഒരു വിഷണറിയാണ് നിങ്ങളെങ്കിൽ നമുക്ക് കൈകോർക്കാം, നമുക്കൊന്നിക്കാം. ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. നമുക്കൊന്നിക്കാം. പോരാട്ടങ്ങൾ എന്നും നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.